CTC ലീഡറായി നമ്മൾ ഉമറുസ്താദിൻ്റെ നാട്ടിലാണ്. പണ്ട് ഉമറുസ്താദിൻ്റെ കഥ എന്ന് വിചാരിച്ചാൽ ഞങ്ങൾക്ക് അറിയുന്നത് പോലെ അല്പം നിങ്ങൾക്കൊന്നും അറിഞ്ഞ് വരില്ല. കാരണം അങ്ങനെയുള്ള ഒരാളാണ് ഈ ഒരു രൂപത്തിലാവുന്നത്. കാരണം ഞാൻ വന്നിട്ട് 26 വർഷമായി എൻ്റെ പന്നൂർ എന്ന് പറഞ്ഞ പ്രദേശത്തേക്ക് വന്നിട്ട്. ആ ഒരു സമയത്ത് ഉമറുസ്താദിനെ എപ്പോഴും ഞാൻ കാണുന്ന ഒരവസ്ഥയും ഈ ഒരു അവസ്ഥയും കാണുമ്പോൾ പഠിച്ചവനോട് എത്ര സൂചിച്ചാലും മതിയാവില്ല നമ്മൾ. കാരണം ആ ഒരു ബുദ്ധിമുട്ടിൽ നിന്നും പ്രയാസത്തിൽ നിന്നും ഈ ഒരു ബിസിനസ്, ഈ ഒരു കമ്പനി ഏറ്റെടുത്തത് കൊണ്ട് ഈ ഓത്തുപുരയിൽ ഉമ്മർ എന്ന് പറയുന്ന ഒരാൾ ഇന്ന് CTC റാങ്കിലുള്ള കമ്പനീൻ്റെ ഒരു റാങ്കിൽ അച്ചീവ് ചെയ്തുകൊണ്ട് നമ്മുടെ പന്നൂരിൻ്റെ മണ്ണിൽ ഒരു CTC പിറന്നു. ഇൻഷാ അല്ലാഹ് ഇനിയും പന്നൂരിൻ്റെ മണ്ണിൽ CTC ഇനിയും പിറക്കുകയും ചെയ്യും. കാരണം സിദ്ദിഖ് സാറായാലും ഞാനായാലും എൻ്റെ കൂടെ അതാ ഫസ്ല മേഡം വന്നിട്ടുണ്ട്. ഞങ്ങളൊക്കെ CTCയിലേക്ക് വരും ഇൻഷാ അല്ലാഹ്. ഈ ഒരു അവസരം തന്ന സദഖത്തുള്ള സാറ്, ഉമർ ഉസ്താദ്, എല്ലാവർക്കും സന്തോഷം അർപ്പിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്ക് നിർത്തുകയാണ്. ഓക്കെ, താങ്ക് യു. 100 ഓട്ടയുള്ള ഒരു പനിയനുമായിട്ട് ഇങ്ങനെ കൊലയിലിരിക്കുന്നത് കാണാമെന്ന് പറയലുണ്ട് അല്ലേ? സംഭവം നമ്മളൊക്കെ ഒരു ഉദാഹരണം എന്നുള്ള രീതിയിൽ 100 ഓട്ടം എന്നൊക്കെ പറയലുണ്ട്. ശരിക്കും പറഞ്ഞാൽ 100 ഓട്ടം തന്നെയാണ്. കാരണം ഒരു തല ഇവിടെ കീറിയിട്ടുണ്ടാവും ഫുള്ളായിട്ട്. അല്ലെങ്കിൽ എന്താ പറയുക, അങ്ങനെ പ്രത്യേകിച്ച് ഒരു കണ്ടാൽ ഒരു ഒന്നും തോന്നാത്തൊരു മനുഷ്യൻ, അങ്ങനെയുള്ളൊരു മനുഷ്യനെയാണ് ഇന്ന് നിങ്ങളെല്ലാവരും ഒന്ന് ബാക്കോട്ട് നോക്കി അതാ നിൽക്കുന്ന ആള്. അപ്പൊ ആ ഒരു അവസ്ഥയിലേക്ക് മാറ്റാൻ അതിന് സാധിച്ചത് MI ലൈഫ് സ്റ്റൈലാണ് അല്ലേ? ഇനി ഒരു നാട്ടുകാരനെയും കൂടി ഞാൻ ഇങ്ങോട്ട് ക്ഷണിക്കട്ടെ. പ്ലീസ് വെൽക്കം സിദ്ദിഖ് സാർ ഓൺ ദ സ്റ്റേജ്. ഇവിടെ പരിചയപ്പെടുത്തി, എൻ്റെ പേര് സിദ്ദിഖ് എന്നാണ്. ഉമർ ഉസ്താദിൻ്റെ നാട്ടുകാരനാണ്, അയൽവാസി എന്ന് തന്നെ പറയാം. ഒരു കുറഞ്ഞ വീടിൻ്റെ വ്യത്യാസമുള്ളൂ. ഉമർ ഉസ്താദ് ഇങ്ങനെ ഒരു ബിസിനസ് ചെയ്യുന്നുണ്ട് എന്നതിനെക്കുറിച്ച് നേരത്തെ അറിയില്ലായിരുന്നു. കാരണം അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്ക് നേരത്തെ ബ്ലോക്ക് ചെയ്ത് വെച്ചതാണ് ഞാൻ. പിന്നെ വാട്സപ്പ് കോണ്ടാക്റ്റ് ഉണ്ടെങ്കിലും വാട്സപ്പ് നോക്കാറില്ല, സ്റ്റാറ്റസ് നോക്കാറില്ല. അദ്ദേഹത്തിൻ്റെ എന്തോ ഒരു കച്ചവട പരിപാടി എന്തോ ഉണ്ട്. അതുകൊണ്ട് ഞാനത് കണ്ട് ഇനി അതിൻ്റെ താഴെ പോയി കമൻ്റ് ഇട്ട് അതിൻ്റെ പേരിൽ ഇങ്ങനെ ഞാൻ കാരണം അദ്ദേഹത്തിൻ്റെ ഒരു പ്രയാസം വരണ്ട എന്ന് കരുതിയിട്ട്, എന്തായാലും എനിക്ക് അംഗീകരിക്കാൻ പറ്റിയ ഒരു പരിപാടിയൊന്നുമല്ല. അതുകൊണ്ട് ഞാനായിട്ടൊരു ചൊറക്ക് പോകുന്നില്ല എന്ന് മാത്രം മനസ്സിലാക്കി ഫേസ്ബുക്കിൽ ബ്ലോക്ക് ചെയ്ത് വെച്ചതായിരുന്നു. ഞാൻ ഐഡിയ ഒക്കെ അടിച്ചൊക്കെ അങ്ങനെ ചെയ്യുന്ന സമയത്ത് ഒരിക്കലും അല്ല, നിങ്ങളെ ഫേസ്ബുക്ക് പോസ്റ്റ് ഒന്നും ഞാൻ കാണുന്നില്ലല്ലോ, എന്താ നിന്നോട് ഇങ്ങനെ ചോദിച്ച സമയത്ത് അങ്ങനെ നമ്മളിങ്ങനെ അതിൻ്റെ സെറ്റിങ്സ് ഒക്കെ ഇങ്ങനെ പരിശോധിച്ച് നോക്കുന്ന സമയത്താണ് ഇത് പണ്ട് നമ്മൾ ബ്ലോക്ക് ചെയ്ത് വെച്ചതാണെന്ന് മനസ്സിലാക്കുന്നത്. അങ്ങനെ ആണ് അന്നത്തെ അവസ്ഥ. എൻ്റെ എക്സ്പീരിയൻസ് ഒക്കെ എല്ലാവരും കേട്ടിട്ടുണ്ടാവും. വർഷങ്ങളായിട്ടുള്ള ശാരീരിക പ്രയാസത്തിനുള്ളൊരു മരുന്ന് ഉമർ ഉസ്താദിൻ്റെ അടുത്തുണ്ട് എന്ന് കേട്ടപ്പോൾ അങ്ങനെ വാങ്ങി ഉപയോഗിച്ച് നോക്കാൻ തീരുമാനിച്ച് അത് ഇറങ്ങി തിരിച്ചതാണ്. ഇന്ന് ഈ ബിസിനസ്സിൻ്റെ സാധ്യത മനസ്സിലായപ്പോൾ രാവും പകലും നോക്കാതെ സജീവമായിട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇൻഷാ അല്ലാഹ് ഈ പരിപാടി കഴിഞ്ഞ് വീട്ടിൽ ചെന്ന് നാളെ രാവിലെ കാസർഗോട്ടേക്കാണ് പോകാനുള്ളത്. 3 ദിവസം കാസർഗോട്ടാണ് വർക്ക്. അത് കഴിഞ്ഞ് അവിടുന്ന് നേരെ കയറാനുള്ളത് വയനാടിൻ്റെ ഇങ്ങിപ്പുറം മാനന്തവാടി കണ്ണൂരിൻ്റെ ബോർഡറുണ്ട്, ആ ഭാഗത്തേക്കാണ് പോകാനുള്ളത്. ഇങ്ങനെ ഓരോ ജില്ലകളിലുമായിട്ട് ഇപ്പോൾ ഇന്നലെ കോഴിക്കോട് GTSന് വന്ന സമയത്ത് തീരെ സംസാരിക്കാത്ത ഒരു ലേഡിയും അവരുടെ അമ്മയും ഒക്കെ വന്നിരുന്നു. ഇങ്ങനെ തീരെ സംസാരിക്കാൻ കഴിയാത്ത, കേൾവി ശക്തി ഇല്ലാത്ത ഒരു 50-ലേറെ ആളുകൾ ഇപ്പം എൻ്റെ കൂടെ ഈ ബിസിനസ് ചെയ്യുന്നുണ്ട്. അതായത് ഒരു കഴിവുമില്ലാത്ത, ഞങ്ങൾ പറയുന്ന ഇവിടെ സിനിമകളും പറഞ്ഞു ഓത്തുപുരയിൽ ഉമ്മർ മുസ്ലിയാർ. ഞാൻ ഓർക്കുന്നത് ഉമർ ഉസ്താദിനെ ഇങ്ങനെ കാണുമ്പോൾ അദ്ദേഹത്തിൻ്റെ ഉപ്പ നമ്മുടെ പള്ളിയിലെ മുക്രി എന്ന് പറയും, കബർ കുഴിക്കുക അങ്ങനെയൊക്കെ ചെയ്യുന്ന ഒരാളായിരുന്നു. പെരുന്നാൾ ദിവസം പോലും ഒരു ഷർട്ട് ധരിച്ചതായിട്ട് മുക്കർ അഹമ്മദ് ഖാനെ നമ്മളാരും കണ്ടിട്ടില്ല. ശരിയല്ലേ ഉമർ ഉസ്താദ്? എന്നാൽ ഇന്നിട്ട് ഷർട്ടിൻ്റെയും പാൻറ്റിൻ്റെയും കോട്ടിൻ്റെയും വില എത്രയാണെന്ന് നമ്മൾ ചോദിക്കണ്ട. പക്ഷേ നിങ്ങൾ ഓരോരുത്തരും ചിന്തിച്ചാൽ മതി, ഊഹിച്ചാൽ മതി. ആ ലെവലിലേക്ക് ആ കുടുംബം വളർന്നിട്ടുണ്ടെങ്കിൽ ഈ ഒരു ബിസിനസ്സിൻ്റെ മഹത്വമാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഒരുപാട് ആളുകൾ ഒരുപാട് കളിയാക്കലുകൾ എന്തൊക്കെ ചെയ്തിട്ടുണ്ടാവും. പിന്നെ പൊതുവേ ഞാൻ മീഡിയ ഫീൽഡ് ആണെങ്കിലും നാട്ടിലെ വിഷയങ്ങളിൽ പൊതുവേ അങ്ങനെ നാട്ടുകാരുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളിൽ പൊതുവേ അങ്ങനെ ഇടപെടാറില്ല. അതുകൊണ്ട് തന്നെയാണ് ഉമർ ഉസ്താദിൻ്റെ കച്ചവടം എന്തോ ആയിക്കോട്ടെ അത് ഞാൻ നോക്കണ്ട എന്ന് കരുതിയിട്ട് മാറ്റി നിർത്തിയത്. പക്ഷേ ഇതിനെക്കുറിച്ച് പഠിച്ച് മനസ്സിലാക്കി ഇതിൽ ജോയിൻ ചെയ്ത് വർക്ക് ചെയ്യാൻ തുടങ്ങിയ സമയത്ത്
ഉമർസാദിന് കൂടെയുള്ള ഫോട്ടോകൾ, സ്റ്റാറ്റസ് കാര്യങ്ങളൊക്കെ വരുമ്പം ഒരുപാട് ആൾക്കാർ പലതും പറയുകയും ചോദിക്കുകയും കളിയാക്കുകയും പലതും ചെയ്തിരുന്നു. അവരോടൊക്കെ ഞാൻ പറഞ്ഞ ഒരൊറ്റ മറുപടി, എല്ലാവരോടും പറയാൻ ഒരേ മറുപടിയാണ്, പള്ളി വേറെ പള്ളിക്കൂടം വേറെ. ഈ ബിസിനസ് എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടില്ല, അതുകൊണ്ട് നിങ്ങൾ അതും പറയും ഇതും പറയും. പല കാരണങ്ങൾ, വ്യക്തിപരമായിട്ട് അല്ലെങ്കിൽ അങ്ങനെ അതൊക്കെ എന്താ തട്ടിപ്പ്, അങ്ങനെ പല കാരണങ്ങളുണ്ടാവും. ഓരോരുത്തർക്കും ഓരോ കാരണങ്ങളായിരിക്കും എതിർക്കാനുള്ളത്. എന്തെങ്കിലും രീതിയിൽ എതിർക്കുക എന്നുള്ളത് മാത്രമായിരിക്കും അവരവിടെ ഉദ്ദേശിക്കുന്നത്. ഇനി എന്തൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്താലും അതൊക്കെ കണക്ക് തന്നെ എന്ന രീതിയിൽ, അല്ലെങ്കിൽ ഉൾക്കൊള്ളാനുള്ളൊരു പ്രയാസം, സംഗതിയൊക്കെ ശരിയായിരിക്കും. പക്ഷേ എന്നാലും ഉമ്മർലിയാർ അയ്യേക്ക് പോയിട്ട് അതിപ്പം വേണ്ട, നടക്കൂല എന്ന മൈൻഡിലുള്ള കുറേ ആൾക്കാരും ഞങ്ങളുടെ നാട്ടിലുണ്ട്, ഇപ്പോഴും ഉണ്ട്. പക്ഷേ ഇപ്പോൾ കഥയൊക്കെ കുറച്ച് മാറിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഓരോരുത്തർ വീട്ടിൽ വന്ന് ചോദിക്കാനും വീട്ടിലേക്ക് വരട്ടെ എന്ന് ചോദിച്ച് വിളിക്കാനൊക്കെ തുടങ്ങിയിട്ടുണ്ട്. കാണേണ്ടിയിരുന്നു, എന്താ സംഭവം എന്ന് അറിയേണ്ടിയിരുന്നു, ഒന്ന് പറഞ്ഞു തരുമോ എന്ന് ചോദിച്ച് ഇങ്ങോട്ട് വിളിക്കുന്ന സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ എത്തിയിട്ടുണ്ട്. അപ്പോൾ അത് ഉമർ ഉസ്താദിൻ്റെ വളർച്ചയും ഉമർസാദിൻ്റെ കൂടെ ചേർന്നിട്ടുള്ള ഹസീന മേഡത്തിൻ്റെയും എൻ്റെയും ഒക്കെ പ്രവൃത്തിയും വീക്ഷിക്കുന്ന ആളുകളാണ്. എന്നാൽ ഇതൊന്നും നോക്കാതെ മാറി നിൽക്കുന്നവർക്ക് പലതും പറയാനുണ്ടാവും. അതായത് നമ്മൾക്ക് അറിവില്ലാത്തൊരു കാര്യത്തിൻ്റെ ശത്രുവായിരിക്കും മനുഷ്യനെന്നാണ് പറയുക. അതായത് നമ്മൾക്കറിയാത്തൊരു കാര്യമാണെങ്കിൽ എപ്പോഴും നമ്മൾ അതിനെ എതിർക്കുകയും അതിനെ തെറ്റായ ഭാഗമാക്കി മാറ്റി നിർത്തുകയും ചെയ്യും. പക്ഷേ ഇതിനെക്കുറിച്ച് പഠിച്ചു കഴിഞ്ഞാൽ, മനസ്സിലാക്കി കഴിഞ്ഞാൽ, ഉമർ ഉസ്താദിന് ഈ രീതിയിൽ വളരാൻ കഴിയുമെങ്കിൽ, എൻ്റെ പെങ്ങളുടെ ഭർത്താവ് അളിയൻ്റെ കൂടെയായിരുന്നു അദ്ദേഹം മദ്രസയെ പഠിപ്പിച്ചിരുന്നത്. അദ്ദേഹത്തിൻ്റെ ഉമർ ഉസ്താദ് പലപ്പോഴും പറയാറുണ്ട്, നമുക്ക് മദ്രസയെ പഠിപ്പിക്കുമ്പോൾ വേണ്ട രീതിയിൽ കുട്ടികളെ ശ്രദ്ധിക്കാൻ പറ്റുന്നില്ലെങ്കിൽ, ഉച്ചാരണത്തിൽ പല്ലിനൊക്കെ പ്രയാസം വന്നിട്ട് ഉച്ചാരണത്തിൽ എന്തെങ്കിലും പ്രയാസം വന്നു കഴിഞ്ഞാൽ, അതല്ലെങ്കിൽ പള്ളിയിലാണെങ്കിൽ ഖിറാഅത്തിന് ഓത്തിന് അക്ഷരം അത്ര പോരാ എന്ന അഭിപ്രായങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ ഏത് വലിയ ഉസ്താദാണെങ്കിലും പണി തെറിക്കുമെന്ന് പറയാറുണ്ട്. ഉമർ ഉസ്താദ് അറിഞ്ഞോന്നറിയില്ല, ഉമർ ഉസ്താദിൻ്റെ കൂടെ ജോലി ചെയ്തിരുന്ന എൻ്റെ അളിയൻ ഇപ്പോൾ ആ മദ്രസയിൽ ജോലിയില്ല. ഈ പ്രാവശ്യം അവിടെ കമ്മിറ്റിക്കാർ തീരുമാനിച്ചു, അളിയന് കുറച്ച് പ്രായമൊക്കെ ആയിട്ടുണ്ട്, വേണ്ട രീതിയിൽ പഠിപ്പിക്കാനൊന്നും കുട്ടികളെ പറ്റൂല എന്ന് മനസ്സിലാക്കി അളിയനോട് മദ്രസയിലെ ജോലി ഒഴിവാക്കാൻ പറഞ്ഞു. ഇപ്പോൾ അളിയൻ മദ്രസയിൽ ജോലിയില്ല. എന്നാൽ ഉമർ ഉസ്താദ് 5 വർഷം മുന്നേ ഒഴിവാക്കി പോന്നതാണ്, അളിയനെ ഇക്കൊല്ലം കമ്മിറ്റിക്കാർ ഒഴിവാക്കിയതാണ്. അപ്പോൾ ഇന്നലെ മെനിയാന്ന് ഞാൻ സംസാരിച്ചപ്പോൾ പറഞ്ഞു, പള്ളിയിലത്തെ കാര്യം ഇപ്പം ഉണ്ട്, പക്ഷേ പള്ളിയിലത്തവും എന്താവും എന്നറിയില്ല. നിസ്കരിക്കാൻ വേണ്ട രീതിയിൽ, നിസ്കരിക്കാൻ ശാരീരികമായ പ്രയാസങ്ങൾ കൊണ്ട് വേണ്ട രീതിയിൽ അത് അങ്ങനെ നോക്കാൻ പറ്റാത്ത പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ അതിലൊക്കെ കുറിച്ചുള്ള ചർച്ചകൾ ഇങ്ങനെ അവിടെ ഇവിടെ ഇങ്ങനെയൊക്കെ നടക്കുന്നുണ്ട്, എന്താവും എന്നറിയില്ല എന്ന്. പക്ഷേ എനിക്ക് അവിടെ ഒരു പ്രശ്നമില്ല, അദ്ദേഹം ഇപ്പോൾ ഏകദേശം കോർഡിനേറ്റർ റാങ്കിലാണുള്ളത്, TC ടച്ചിങ് ആണ്, അതുകൊണ്ട് പട്ടിണിയാവില്ല എന്ന് എനിക്ക് ഉറപ്പാണ്. അദ്ദേഹത്തിൻ്റെ മകൾ, അതായത് എൻ്റെ പെങ്ങളുടെ മകൾ ATC റാങ്കിലാണുള്ളത്, പെങ്ങൾ സ്റ്റാർ റാങ്കിലാണുള്ളത്. അതുകൊണ്ടൊന്നും മദ്രസയിൽ നിന്ന് ഒഴിവാക്കി എന്നതുകൊണ്ടും പള്ളിയിൽ നിന്ന് ഒഴിവാക്കിയതൊന്നും പട്ടിണിയാവില്ല എന്ന കാര്യം എനിക്ക് ഗ്യാരണ്ടിയാണ്. ഇനി അത് അവർക്കും കൂടെ ബോധ്യപ്പെട്ടാൽ മതി. അവർക്ക് ഇപ്പോൾ ബോധ്യപ്പെട്ടു എന്ന് എനിക്ക് തോന്നുന്നില്ല, കാരണം അത്ര സജീവമായിട്ട് അവരൊന്നും ചെയ്യുന്നില്ല. എന്നാൽ അവർക്ക് ബോധ്യപ്പെടുന്ന ഒരു ദിവസം വരാനുണ്ട്. അതാണ് നമ്മുടെ ഈ ഉമർ ഉസ്താദിൻ്റെ സെലിബ്രേഷൻ ഉൾപ്പെടെയുള്ള ഒരു പരിപാടി. അവരെ കണ്ണു തുറപ്പിക്കും, ഒരു സംശയമില്ല. കാരണം നമ്മളൊക്കെ പലപ്പം പറയാൻ പ്രതിസന്ധികൾ വരാനുണ്ട്. അത്തരം വരുന്ന പ്രതിസന്ധികളാണ് ഈ പറഞ്ഞ ജോലി നഷ്ടപ്പെടുന്നതും, നമുക്കറിയാം ഗൾഫിലെ യുദ്ധം, ഇതൊന്നൊക്കെ ഉണ്ടായിട്ടുള്ള പാഠം നമ്മൾ ശരിക്കും ഉൾക്കൊള്ളേണ്ടതാണ്. അപ്പം നമ്മൾ ഇതിൻ്റെ മഹത്വം മനസ്സിലാക്കി അതിനനുസരിച്ച് പ്രവർത്തിക്കുകയാണെങ്കിൽ നമ്മുടെ നാട്ടിലെ ഏറ്റവും വലിയ അതായത് ഏറ്റവും ബെറ്റർ ആയിട്ടുള്ളൊരു ലൈഫ് സ്റ്റൈൽ മെയിൻറ്റെയിൻ ചെയ്യുന്ന ഒരാളായിട്ട് നമുക്ക് മാറാൻ കഴിയും. നമ്മൾ എന്ത് ജോലി ആയിക്കോട്ടെ, ഞാൻ എൻ്റെ ബന്ധത്തിലും പരിചയത്തിലൊക്കെ ഉള്ള പലവിധ ജോലികൾ ചെയ്യുന്ന ആൾക്കാരുമായിട്ട് അടുത്ത ദിവസങ്ങളിലൊക്കെ പല വിഷയങ്ങൾ സംസാരിച്ചിരുന്നു. ആ കൂട്ടത്തിൽ അവരുടെ വരുമാനവും അവരുടെ ചെലവും അവരുടെ ബാധ്യതയും അവരുടെ പ്രശ്നങ്ങളും സംബന്ധിച്ച് സംസാരിക്കുമ്പം നിലവിൽ കിട്ടുന്ന വരുമാനം കൊണ്ട്, ശമ്പളം കൊണ്ട് ഒരു നിലക്കും മുന്നോട്ട് പോകാൻ കഴിയാത്ത അവസ്ഥയാണ്. എല്ലാ ഉൽപ്പന്നങ്ങൾക്കും പെട്രോളിന് ഇപ്പോൾ വില വർദ്ധിച്ചു, അതുകൊണ്ട് മറ്റു അവശ്യ വസ്തുക്കൾക്കൊക്കെ ദൈനംദിനം വില വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ ഒരു സാഹചര്യത്തിൽ കിട്ടുന്ന വരുമാനത്തിൽ വലിയ മാറ്റം ഉണ്ടായിട്ടില്ലെങ്കിൽ ഒരാൾക്കും പിടിച്ചു നിൽക്കാൻ കഴിയില്ല. സമ്പാദ്യം പോയിട്ട് നമ്മൾ ചോദിക്കും ബാങ്ക് ബാലൻസ് എത്ര ഉണ്ട്, മിച്ചം എത്ര ഉണ്ട് എന്നുള്ളതാണ് ചോദ്യം. അതൊക്കെ മാറ്റി നിർത്തി നിങ്ങളുടെ ദൈനംദിന ചെലവിന് ഇപ്പോൾ കിട്ടുന്ന വരുമാനം കൊണ്ട് മതിയാവുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്നായിരിക്കും 99% ആളുകൾക്കും പറയാനുള്ളത്. എന്നാൽ വലിയ രീതിയിലുള്ള ബിസിനസ് അല്ലെങ്കിൽ വലിയ ഹൈ പ്രൊഫൈലുള്ള ആ രീതിയിലുള്ള ശമ്പളം കിട്ടുന്ന ഒരാളാണെങ്കിൽ വലിയ ചെലവും ഇല്ലെങ്കിൽ അവിടെ അവർക്ക് ഒരു പക്ഷേ പിടിച്ചു നിൽക്കാൻ കഴിയുന്നുണ്ടാവും.
അല്ലാത്ത 99% സാധാരണക്കാർക്കും നിലവിലെ സാഹചര്യത്തിൽ പിടിച്ചു നിൽക്കാൻ പ്രയാസമാണ്. അപ്പം അതുകൊണ്ട് ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ ഒരു ബിസിനസ്സിലൂടെ നമുക്ക് വലിയ ഒരു സാമ്പത്തിക ഭദ്രത ഒരാൾക്കല്ല, ഒരു നാടിനല്ല, ഏതെങ്കിലും 1, 10, 100 കുടുംബത്തിനല്ല, ഒരു സൊസൈറ്റിക്ക്, ഒരു സമൂഹത്തിന് മൊത്തത്തിൽ വലിയൊരു സാമ്പത്തിക അടിത്തറ സൃഷ്ടിച്ചു കൊടുക്കാൻ, നിർമ്മിച്ചു കൊടുക്കാൻ നമുക്കിതിലൂടെ കഴിയും. അതിന് അതിൻ്റെതായ സിസ്റ്റത്തിൽ കുറച്ച് റിസ്ക് എടുത്ത് ഇന്നിപ്പോൾ ഈ പ്രോഗ്രാം ഇവിടെ നടക്കുന്നത് മലപ്പുറം ജില്ലയിലാണ്. ഇവിടെ പല ജില്ലകളിൽ നിന്ന്, അപ്പം അങ്ങപ്പുറം തൃശ്ശൂർ, പാലക്കാട് നിന്ന് വന്നവരുണ്ടാവാം, കോഴിക്കോട് നിന്നുള്ളവരുണ്ട്, വയനാട് നിന്ന്, ഇങ്ങനെ പല ജില്ലകളിൽ, പക്ഷേ കണ്ണൂർ ഭാഗത്തു നിന്നൊക്കെ ഉണ്ടായേക്കാം. അപ്പോൾ ഇത്രയും റിസ്ക് എടുത്ത് ആളുകൾ ഇവിടെ വന്നത്, ഉമർ ഉസ്താദ് പറഞ്ഞത് ഒന്നുമില്ല, ഒരു സന്തോഷത്തിന് ഒരു ഭക്ഷണം കഴിച്ച് പിരിയാമെന്നാണെങ്കിൽ അങ്ങനെ ഒരു ഭക്ഷണം ഉദ്ദേശിച്ചല്ല നമ്മളൊക്കെ വന്നത്, നമുക്ക് എല്ലാവർക്കും അറിയാം. കാരണം അങ്ങനെ ഒരു ഭക്ഷണത്തിന് വേണ്ടിയിട്ട് കല്യാണത്തിന് പോവുക, അങ്ങനെ ഒരു ഭക്ഷണം കഴിക്കാം എന്ന ഉദ്ദേശത്തിൽ ഒരു ചടങ്ങിൽ പങ്കെടുക്കുക എന്നുള്ള കാലം മാറിയിട്ടുണ്ട്. ഇന്ന് അങ്ങനെ ഭക്ഷണത്തിനൊന്നും ആർക്കും വലിയ പ്രയാസമൊന്നുമില്ല. പക്ഷെ ഉമർ ഉസ്താദ് ഒരു ഭക്ഷണം തരുന്നത് അത് അദ്ദേഹത്തിൻ്റെ സന്തോഷത്തിനാണ്. അത് കഴിക്കുമ്പോൾ നമുക്കൊരു സന്തോഷം ഉണ്ടാവും. പക്ഷേ ഭക്ഷണം ഉദ്ദേശിച്ചല്ല നമ്മൾ ആരും ഇവിടെ വന്നത്, ഈ ഒരു സന്തോഷത്തിൽ പങ്കാളികളാവുക. അതോടൊപ്പം നമ്മൾ ഒരുമിച്ച് നിന്ന് വീണ്ടും ഇതേപോലത്തെ വലിയ വിജയങ്ങൾ നമ്മൾ സൃഷ്ടിക്കും, വലിയ മുന്നേറ്റങ്ങൾ നമ്മൾ ഉണ്ടാക്കും എന്നുള്ള ഒരു പ്രഖ്യാപനം, അങ്ങനെ ഒരു പ്രഖ്യാപനം നടത്തി ഉമർ ഉസ്താദ് ഇപ്പം CTC ആയിട്ടുണ്ടെങ്കിൽ അസീന മേഡം ഇവിടെ പറഞ്ഞു ഒരുപാട് CTCകളിൽ നമ്മുടെ നാട്ടിൽ ഉൾപ്പെടെ പിറക്കാൻ പോകുന്നു എന്ന്. ഒരു സംശയവുമില്ല, നമ്മുടെ നാട്ടിലും പരിസരത്തും മറ്റു പ്രദേശങ്ങളിലും മറ്റു ജില്ലകളിലും ഒക്കെ തന്നെ ഒരുപാട് CTCകളെയും ITCകളെയും ഒക്കെ ക്രിയേറ്റ് ചെയ്തുകൊണ്ട്, അതായത് ഞാൻ പറയാറുള്ളത്, നമ്മളിപ്പം ബിസിനസ് പ്ലാനൊക്കെ വിശദീകരിച്ചു കൊടുക്കുന്ന സമയത്ത് ഞാൻ പറയാറുള്ളത്, കോടീശ്വരന്മാരെ നിർമ്മിക്കുന്ന ഒരു കമ്പനിയാണ് നമ്മുടേതെന്ന്. കോടീശ്വരന്മാരെ നിർമ്മിക്കുക എന്ന് പറഞ്ഞാൽ ഒരു പ്രൊഡക്റ്റ് നിർമ്മിക്കുക എന്നല്ല. അത് നമ്മൾ സാമ്പത്തികമായ പ്രയാസങ്ങൾ, കാര്യങ്ങൾ ആ സബ്ജക്റ്റ് പറയുമ്പോൾ, അത് പ്രൊഡക്റ്റ് പരിചയപ്പെടുത്തുമ്പോൾ അല്ല. എന്നാൽ പ്രൊഡക്റ്റിൻ്റെ ക്വാളിറ്റി അതൊക്കെ വേറെ, അതൊന്നും ഇപ്പോൾ നമ്മളിവിടെ ചർച്ച ചെയ്യേണ്ട കാര്യമല്ല. എന്നാൽ കോടീശ്വരന്മാരെ സൃഷ്ടിക്കുക എന്ന് പറഞ്ഞാൽ അതൊരു സാധാരണ വ്യക്തിക്ക് ചിന്തിക്കാൻ പോലും കഴിയുന്നതല്ല. പല സ്ഥലത്ത് നമ്മൾ മീറ്റിങ്ങിന് പോകുന്ന സമയത്ത് വരുമാനത്തിൻ്റെ കാര്യങ്ങളൊക്കെ പറയുമ്പോൾ നമ്മൾ പറയാറുണ്ട്, ഇതിലൊക്കെ വലിയ വരുമാനങ്ങളൊക്കെ കിട്ടും. തുടക്കത്തിൽ നമ്മൾ ഈ 2,10,000 പറയാറില്ല, വലിയ വരുമാനങ്ങളൊക്കെ കിട്ടാറുണ്ട്. അതൊന്നും ഇപ്പം ഞാൻ ഇവിടെ പറയുന്നില്ല. അതൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്കാർക്ക് ഇത് ഉൾക്കൊള്ളാനും പറ്റില്ല. അതുകൊണ്ട് അതൊന്നും പറയുന്നില്ല എന്നും പറഞ്ഞ് ആ പ്രസൻറ്റേഷനൊക്കെ അവസാനിപ്പിച്ചതിന് ശേഷം അവരടുത്ത് നമ്മളിങ്ങനെ ഫ്രണ്ട്ലി സംസാരിക്കുന്ന സമയത്ത് ഒരു അനൗദ്യോഗിക സംസാരം, ഫ്രണ്ട്ലി ടോക്കിൽ പറയും, ലക്ഷങ്ങൾ കിട്ടുന്ന കണക്കും ലക്ഷങ്ങൾ കിട്ടുന്ന ആളുകളുടെയും കോടികൾ കിട്ടുന്ന ആളുകളെയും ഒക്കെ പരിചയപ്പെടുത്തി കൊടുക്കും. എന്നാൽ നമ്മൾ പ്രസൻറ്റേഷനിൽ ഇതാ ആഴ്ചയിൽ 2,450 മുതൽ 2,10,000 വരെ ലഭിക്കുന്ന ഒരു മഹത്തായ സംരംഭമാണ് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് എന്ന് പറയുമ്പോൾ തുടക്കത്തിൽ തന്നെ അവരെ മൈൻഡ് ഔട്ടായിട്ടുണ്ടാവും. 2,10,000 ഇവിടെ മനുഷ്യൻ രാവും പകലും കിടന്ന് അധ്വാനിച്ചിട്ട് 25,000 തികയ്ക്കാൻ പറ്റുന്നില്ല എന്ന് ചിന്തിക്കുന്ന ആളുകളെ മുമ്പിലാണ് നമ്മൾ 2,10,000 പറയുന്നത്. എന്നാൽ കിട്ടും എന്ന കാര്യം 100% ഓക്കെയാണ്, കിട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പം അതുകൊണ്ട് ഇതൊക്കെ മനസ്സിലാക്കി അതിനനുസരിച്ചുള്ള ഒരു തയ്യാറെടുപ്പോട് കൂടി ഇന്നത്തെ ഒരു പ്രോഗ്രാം എന്ന് പറയുന്നത് വെറും ഉമർ ഉസ്താദിൻ്റെ ഒരു CTC സെലിബ്രേഷൻ മാത്രമാക്കാതെ നമുക്ക് ഒരു CTCയിൽ എത്താനുള്ള ഒരു പ്ലാനിങ് ആക്കി മാറ്റിക്കൊണ്ട് അതിനുള്ള തയ്യാറെടുപ്പുകളുമായിട്ട് എല്ലാവരും ഈ ഹാള് വിട്ട് പോകണം. അല്ലാതെ വെറുതെ വന്നു ഉമർ ഉസ്താദിന് മുഖം കാണിച്ചു ഭക്ഷണം കഴിച്ചു പിരിയ എന്നതിലപ്പുറത്തേക്ക് ഉമർ ഉസ്താദ് എത്തിയിട്ടുണ്ടെങ്കിൽ എനിക്കും ആ ഒരു സ്റ്റേജിലേക്ക് എത്തണം, അതിൻ്റെ മുകളിലേക്കും എത്തണം എന്നൊരു ചിന്തയോടുകൂടി പ്രവർത്തിച്ച് വലിയ വിജയങ്ങൾ ഉണ്ടാക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് എല്ലാവർക്കും വലിയ വിജയങ്ങൾ ഉണ്ടാവട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് ഉമർ ഉസ്താദിന് ഹൃദ്യമായ അഭിനന്ദനങ്ങൾ അറിയിച്ചുകൊണ്ട് എന്നെ ഈ ഒരു ബിസിനസ് അവസരത്തിലേക്ക് എത്തിച്ചതിനും തുടർന്ന് ഒരുപാട് പ്രതിസന്ധികളിലൂടെ കടന്നുപോയ സമയത്ത് പലതവണ ഈ ഒരു ബിസിനസ് അവസാനിപ്പിച്ച് പഴയ ഫീൽഡിലേക്ക് പോവുകയോ വിദേശത്ത് പോകാൻ വേണ്ടിയിട്ട് പാസ്പോർട്ടൊക്കെ എടുത്തു നോക്കി പരിശോധിച്ച് അത്തരം കാര്യങ്ങൾ ചർച്ച ചെയ്യുക പോലും ചെയ്തിരുന്നു. പക്ഷേ അതൊന്നും ചെയ്യരുത്, ഇതിൽ തന്നെ വിജയിക്കാൻ കഴിയുമെന്ന് എന്നോട് പലതവണ പറഞ്ഞ് അങ്ങനെ പിടിച്ചു നിന്ന് ഇപ്പം എനിക്കിത് ബോധ്യമായി എന്ന ഒരു സ്റ്റേജിലുള്ളത്. അതുകൊണ്ട് എല്ലാവർക്കും വലിയ വിജയങ്ങൾ ഉണ്ടാവട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് അവസാനിപ്പിക്കുന്നു. താങ്ക് യു. ഞാൻ ഇതിലേക്ക് വന്നിട്ടുള്ളത് എൻ്റെ ഒരു ബന്ധു മുഖാന്തരമാണ് ഈ ഒരു ബിസിനസ്സിലേക്ക് എത്തിയത്. പക്ഷേ ആ ആള് പെട്ടെന്ന് തന്നെ എന്ത് ചെയ്ത് പുറത്ത് പോവേണ്ട ആവശ്യമുള്ളത് കൊണ്ട് പുറത്ത് പോയി. അപ്പോൾ ഞാൻ ഇതിനെ പറ്റിയിട്ട് ഫുള്ള് കേൾക്കുകയെ ഇതിനെപ്പറ്റി മനസ്സിലാക്കുകയോ ഒന്നും ചെയ്തില്ല. പ്രത്യേകിച്ച് നമുക്കൊക്കെ അറിയാം, ഒരു ബന്ധു പറയുന്ന സമയത്ത് എന്തായിരിക്കും വേണ്ട രീതിയിൽ നമ്മളൊന്നും ഏറ്റെടുക്കൂല. അപ്പോൾ അങ്ങനെ തന്നെയാണ് എനിക്കുണ്ടായിട്ടുള്ളത്. അപ്പോൾ
അവിടുന്ന് ഞാനിങ്ങനെ സൈലൻ്റായി നിൽക്കുന്ന സമയത്താണ് ഒരു ദിവസം ഉമർ ഉസ്താദ് വിളിക്കുന്നത്. എന്താണ് മാഡം, ഒന്നെങ്കിൽ അറിയാം അല്ലെങ്കിൽ മുറുകാം. അപ്പോൾ ഉമർ ഉസ്താദിൻ്റെ അടുത്തൊന്ന് കഴിച്ചിലാവണമെന്നുള്ള നിലക്ക് ഞാൻ എന്ത് പറഞ്ഞേ, എൻ്റെ ലീഡറില്ല എന്ന് വെച്ചാൽ നേരെ അപ്ലൈൻ ലീഡറാണ്, ഇതിനെപ്പറ്റി ഒന്നും മനസ്സിലാക്കിയിട്ടുമില്ല. ആ സമയത്താണ് നല്ല ലീഡേഴ്സിൻ്റെ കൂടെ ആക്കി തരികയാണെങ്കിൽ ഞാൻ ചെയ്തോളാം. പക്ഷേ മനസ്സുകൊണ്ട് പറഞ്ഞതൊന്നുമല്ല. പിന്നെ ഉമർ ഉസ്താദിൻ്റെ അടുത്ത് എന്തെങ്കിലും പറയണ്ടേന്ന് വിചാരിച്ച് പറഞ്ഞാൽ. പക്ഷേ ഉമർ ഉസ്താദ് ആ സ്പോട്ട് തന്നെ കുറേ നല്ല ലീഡേഴ്സിനെ നമുക്ക് എന്ത് ചെയ്ത് എത്തിച്ചു തന്നു. അപ്പോൾ അവരെ സപ്പോർട്ടോട് കൂടിയിട്ട് ഇതിൽ മുമ്പേ ഒരു പഞ്ചായത്ത് മെമ്പർ ആണെങ്കിൽ പോലും പല ആളുകളും ചോദിക്കുന്ന എന്താണ്, നിങ്ങൾക്ക് സംസാരിച്ചിട്ടും ആളെ പരിചയപ്പെട്ടിട്ടൊക്കെ നല്ല കഴിവില്ലേ? പക്ഷേ ആ മേഖല ഈ മേഖലയും വ്യത്യസ്തമായിട്ടുള്ള മേഖല. ഇപ്പോൾ ഞാൻ തുടക്കത്തിൽ തന്നെ വെന്നിസാറൊക്കെ പറയുന്ന രീതിയിൽ ഒരുപാട് ഈ 2-10 കേട്ട സമയത്ത് പുറത്തേക്കാട്ട് ഇറങ്ങിയാൽ നമ്മളെ കൂടെയുള്ള പഞ്ചായത്ത് മെമ്പർമാർ ഇഷ്ടം പോലെ ഉണ്ട്. അവരൊക്കെ എന്ത് ചെയ്യുക, ഇതിലേക്ക് കൂട്ടാന്നുള്ള ധാരണയിലാണ് പുറത്തേക്ക് ഇറങ്ങി. പക്ഷേ തുടക്കത്തിൽ തന്നെ അവരൊക്കെ എന്ത് ചെയ്ത് നെഗറ്റീവാക്കി. ആ സമയത്താണ് പിന്നീട് എനിക്ക് തോന്നുന്നത്, ഇവരൊക്കെ ഏതൊരു പ്രതിസന്ധി വന്നാലും നമ്മളെ കൂടെ എന്ത് ഉണ്ടാവില്ല, ഇവരൊന്നും ഉണ്ടാവില്ല. അപ്പോൾ സ്വയം എനിക്കൊരു തീരുമാനം എടുത്ത് ഇവർക്ക് മുമ്പിൽ വിജയിച്ച് കാണിച്ചു കൊടുക്കണോ. എന്താണ് ഈ പേസ്റ്റ് സോപ്പും വിൽക്കണ കച്ചവടത്തിനാണോ ഇറങ്ങണമെന്നാണ് ആദ്യത്തെ എൻ്റെ നെഗറ്റീവായിട്ടുള്ള വാക്ക് എനിക്ക് കിട്ടിയിട്ടുള്ളത്. അവിടെ ഞാൻ അത് എന്ത് ചെയ്ത് അത് ആ നെഗറ്റീവ് ഞാൻ പോസിറ്റീവായിട്ട് എടുത്തെന്ന് മാത്രമേ ഉള്ളൂ. ബാക്കി ലീഡേഴ്സ് എന്താണോ പറയുന്നത് അത് അതേപടി ചെയ്ത്. അപ്പോൾ ഉമർ ഉസ്താദിനെ പറ്റിയിട്ട് നമുക്കറിയാം. അപ്പോൾ സിദ്ദീഖ് സാർ ആയിക്കോട്ടെ, അസിനമേഡ് ആയിക്കോട്ടെ, നാട്ടുകാരായിട്ടുള്ള ഒരുപാട് ആളുകൾ ഉണ്ട്. അപ്പോൾ എൻ്റെയും വീട് ഏതാണ്ട് കൊടുവള്ളി എടുത്ത് തന്നെയാണ്. അപ്പോൾ നമ്മളെ ബന്ധുക്കളൊക്കെ ഇവരെ വീടിൻ്റെ അടുത്തുണ്ട്. അപ്പോൾ ഉമർ ഉസ്താദിനെ പറ്റി അന്വേഷിച്ച സമയത്ത് ഇപ്പോൾ കഴിഞ്ഞ ദിവസം തന്നെ ഉമർ ഉസ്താദ് നമ്മളെ രാവിലെ മോർണിംഗ് മീറ്റിങ്ങിൽ വന്നിട്ടുള്ള ആ ഒരു ക്ലാസ്, ഇലക്ഷൻ്റെ റിസൾട്ട് വരുന്ന ആ ഒരു ദിവസമാണ് ആ ക്ലാസ് ഉണ്ടായത്. അപ്പോൾ ഞാൻ ഇതെടുത്തിട്ട് ഉമർ ഉസ്താദിൻ്റെ ഉമർ ഉസ്താദ് പള്ളിയിൽ മദ്രസിൽ പഠിപ്പിച്ച ആ ഭാഗത്തുള്ള ഒരാൾക്ക് അയച്ചു കൊടുത്തേരോ, ഈ എന്താ പറയുന്നത്, ഇങ്ങനൊക്കെ ഉമർ ഉസ്താദ് അയക്കുമെന്ന് ഓൾക്ക് വിശ്വസിക്കാനേ എന്ത് ചെയ്യുന്നില്ല, പറ്റുന്നില്ല. അപ്പം ഞാൻ പറഞ്ഞ ഇത് കറക്റ്റായിട്ട് നിങ്ങളൊന്ന് കേൾക്കണം. ഏതൊരാൾക്കും നെഗറ്റീവ് പറയുന്ന ആളുകൾക്ക് മുമ്പിൽ ഇത് കേൾപ്പിച്ച് കൊടുക്കാൻ എനിക്ക് എന്ത് ചെയ്തിട്ടുണ്ട് സാധിച്ച്. അപ്പോഴാണ് ഇവർ പറയുന്നത് ഞങ്ങളൊക്കെ ധാരണ ഉമർ ഉസ്താദിനെ പറ്റിയിട്ട് ഈ രീതിയിലല്ല. പക്ഷേ പണ്ടുള്ള ആ ഉമർ ഉസ്താദിൻ്റെ ആ കഥകളും ചരിത്രങ്ങളും പണ്ട് ഉമർ ഉസ്താദ് എവിടെയും പറയുന്നുണ്ടല്ലോ, നമ്മൾ ഇതിൽ വരുന്നത് നമ്മൾ തുടക്കത്തിൽ എന്തായിരുന്നു എന്നുള്ളത് എന്ത് ചെയ്യുന്നുണ്ട് കറക്റ്റായിട്ട് പറഞ്ഞുകൊണ്ട് തന്നെയാണ് ഇതിൽ വരുന്നത്. അപ്പോൾ ആരെയും ഒളിപ്പിച്ച് വെക്കണമൊന്നുമില്ല. ആ സമയത്താണ് ഇവർ പറയുന്നത് ഉമർ ഉസ്താദിന് ഇങ്ങനെയൊക്കെ അച്ചീവ്മെൻറ്റുകൾ ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ. ശരിക്കും പറയുകയാണെങ്കിൽ നമ്മളൊക്കെ ഒരു സ്വപ്നം കാണുന്ന രീതിയിലാണ്, ആ രീതിയിലേക്കാണ് ഇന്ന് മാറിക്കൊണ്ടിരിക്കുന്നത്. ഞാൻ ഇതിൽ വന്നിട്ട് 2 വർഷവും 4 മാസം കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതിൽ ഒരു മെമ്പറായി നിൽക്കുന്ന സമയത്ത് ഒരാഴ്ച വരുമാനം മാസം കിട്ടുന്നത് എന്ത് ചെയ്യുന്നുണ്ട്, ഇപ്പോൾ ഒരു ആഴ്ചയിൽ നമുക്ക് വാങ്ങാൻ കഴിയുന്നുണ്ട്. അപ്പോൾ സന്തോഷത്തോടു കൂടിയും സമാധാനത്തോടു കൂടിയും നമുക്ക് ഏറ്റെടുത്ത് ചെയ്യാൻ പറ്റിയ മേഖല ആണെന്ന് നമുക്കൊക്കെ അറിയാം. പക്ഷേ ഇതിലേക്ക് ആളുകൾ കടന്നു വരാൻ എന്തുണ്ട്, ഒരുപാട് ബുദ്ധിമുട്ടും പ്രയാസമുണ്ട്. അപ്പോൾ ഇന്ന് രാവിലത്തെ മോർണിംഗ് മീറ്റിങ്ങിലും പറയുന്നുണ്ട് എന്ത്, നമ്മൾ ചെയ്യുന്നത് ബിസിനസ്സാണ്, അല്ലാതെ വെറും സോപ്പും പേസ്റ്റും വിൽക്കണതല്ല. ഉമർ ഉസ്താദ് പറയും പോലെ സ്കോപ്പും ഫ്യൂച്ചറുമാണ്. അത് മനസ്സിലാക്കി നമുക്കേ എന്തില്ല, മനസ്സിൽ ഒരു ധൈര്യമല്ല. നമ്മൾ ആദ്യം എന്താവണം, വിജയിക്കുന്നുള്ളത് നമ്മൾ ആദ്യം ഉറപ്പിക്കുക, എന്നിട്ടേ മറ്റുള്ള ആളുകൾക്ക് നമ്മൾ കൊടുക്കുന്ന വാക്കുകളിൽ കാര്യമുള്ളൂ. അപ്പോൾ ശക്തമായിട്ട് നമ്മൾ വിജയിക്കുന്നുള്ള ഒരു നിയത്തോട് കൂടിയിട്ട് നമ്മൾ ഇറങ്ങിത്തിരിക്കുകയാണെങ്കിൽ ഏത് മുകളിലും നമുക്ക് എത്താം. ഇപ്പോൾ ഉമർ ഉസ്താദ് എത്തിയിട്ടുള്ള ഈ ഒരു CTC റാങ്ക് വലിയൊരു നമ്മൾ പ്രചോദനം തന്നെയാണ്. അപ്പോൾ നാളുകളിലേക്ക് അതിലേക്ക് തന്നെയാണ് ലക്ഷ്യം. ഉമർ ഉസ്താദ് CTC ആണെങ്കിൽ നമ്മളിപ്പം കാണുന്ന എന്താണ് ITCയും ഡയമണ്ടും ഒക്കെ തന്നെയാണ്. ആ ഒരു ആഗ്രഹത്തോടു കൂടി മുമ്പോട്ട് പോയി കഴിഞ്ഞാൽ നമുക്കൊക്കെ വിജയങ്ങൾ ഏറ്റെടുക്കാൻ പറ്റും. ഏതായാലും ഈ ഒരു പരിപാടി സംഘടിപ്പിച്ചിട്ടുള്ള പ്രിയപ്പെട്ട ഉമർ ഉസ്താദിനും കുടുംബത്തിനും ഒരുപാട് നന്ദിയും കടപ്പാടും അറിയിക്കുകയാണ്. എല്ലാവിധ വിജയാശംസകളും നേരുന്നു. ബഹുമാനപ്പെട്ട ഉമർ ഉസ്താദിൻ്റെ ഇതിലേക്കുള്ള പ്രവേശനം ഉണ്ടായിരുന്നില്ലെങ്കിൽ ഇതിലുള്ള ഭൂരിഭാഗവും ഈ മൈലേഫിൽ ഉണ്ടാകൂലായിരുന്നു എന്നുള്ളതൊരു വസ്തുതയാണ്. ശരിയല്ലേ ഞാൻ പറഞ്ഞത്? ഉമർ ഉസ്താദിൻ്റെ എൻട്രിയോട് കൂടിയാണ് എന്നെപ്പോലെയുള്ള പലരും ഇതിലേക്ക് വന്നത്. ഈ കമ്പനിയുടെ പദ്ധതിയുമായി വർഷങ്ങൾക്ക് മുമ്പ് എൻ്റെ അടുക്കലേക്ക്, ഞാനിതിൽ വരുന്നതിൻ്റെ ഒരു ഏകദേശം 5 വർഷങ്ങൾക്ക് മുമ്പ് എൻ്റെ അടുക്കലേക്ക് ആൾ വന്നിരുന്നു. ഞാനത് തട്ടിക്കളഞ്ഞതാണ്. പക്ഷെ അതിന് സമയമായിട്ടില്ല. പിന്നെ ഇപ്പോൾ വരാൻ തന്നെ കാരണം എന്താണെന്ന് ചോദിച്ചാൽ, നേരത്തെ സിദ്ദീഖ് സാർ പറഞ്ഞതുപോലെ
ഈ ഉസ്താദന്മാർക്കൊരു സ്വഭാവമുണ്ട്. ഉസ്താദന്മാരെ സംബന്ധിച്ച് ഒരു നാട്ടുകാർക്കും മഹലുകൾക്കും അയാൾക്കൊരു പല്ല് പോകുന്നത് വരെ അയാളെ ആയുസുള്ളൂ. ഒരു പല്ല് പോയി കഴിഞ്ഞാൽ പിന്നെ അയാളെ ഫാവ് ശരിയില്ല, അയാളെ മറ്റേ അക്ഷരം ശരിയില്ല, അയാളെ നിസ്കരിക്കാൻ പിന്നെ ഫാത്തിഹ, അങ്ങനെ ഒരുപാട് പരാതികൾ പറയാറുണ്ട്. അപ്പോൾ ഏകദേശം 2 വർഷങ്ങൾക്ക് ഇപ്പുറം തന്നെ ഒരുപാട് ഞാൻ കേട്ടു. ഞാൻ ജോലി ചേഞ്ച് ആകുന്ന സമയത്ത് തന്നെ കേട്ട് അയാൾ വയസ്സനാണ്, അത് വേണ്ടാന്ന്. അപ്പോൾ ഈ പ്രായമാകുന്ന സമയത്തും നമുക്ക് ജീവിക്കണ്ടേ, അതിന് വേണ്ടിയിട്ടാണ് ഒരു 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 പിടുത്തം വേണമല്ലോ, അതിന് വേണ്ടിയിട്ടാണ് സത്യത്തിൽ ഞാൻ മൈ ലൈഫ് കമ്പനിയിൽ ചേർന്നത്. പിന്നെ ഞാൻ അറിയാതെ എങ്ങനെയോ STC ആയിപ്പോയി എന്ന് മാത്രം. ഞാൻ ജോലിയില്ലാതെ മൂലക്കിലിരിക്കുമ്പോൾ അന്നേരം ആരെയും ആശ്രയിക്കാതെ, ആരെയും മുമ്പിൽ കൈ നീട്ടാതെ സ്വന്തമായി നമ്മുടെ ആവശ്യത്തിന് വേണ്ടിയിട്ട്, നമ്മുടെ സ്വന്തം ആവശ്യത്തിന് വേണ്ടിയിട്ട് ആരുടെ മുമ്പിലും കൈ നീട്ടാതെ ജീവിക്കണം എന്നുള്ള ആ ഒരാഗ്രഹത്തോടു കൂടി മാത്രമാണ് ഇപ്പോഴും ഇതിൽ നിൽക്കുന്നത്. അധികം സമ്പാദിക്കണം എന്ന് എനിക്ക് ലക്ഷ്യം ഉണ്ടായിട്ട് ഇപ്പോഴും ഇല്ല, ആ താല്പര്യം ഉണ്ടായി. പക്ഷെ ആ ലക്ഷ്യം ഉണ്ടാവണം, എന്തെങ്കിലും നടക്കുള്ളൂ. ഏതായിരുന്നാലും ബഹുമാനപ്പെട്ട ഉമർ ഉസ്താദ് നമുക്കറിയാം ഇന്ന് CTCയിൽ എത്തിയിരിക്കുകയാണ്. അതിനൊക്കെ പ്രധാനപ്പെട്ട കാരണം എനിക്കറിയാം. ചിലപ്പോൾ രാവിലെ 4 മണിക്കൊക്കെ ഞാൻ എഴുന്നേൽത്ത് ഒരു 3:30 ഞാൻ എഴുന്നേൽക്കുന്നത് എല്ലാ ദിവസവും. ആ സമയത്ത് നോക്കുമ്പോൾ ബഹുമാനപ്പെട്ട ഉമർ ഉസ്താദ് അന്നേരം ഓൺലൈൻ ഉണ്ടാവും. അന്നേരം വിളിച്ചിട്ടുണ്ടെങ്കിൽ അന്നേരം അവർ ഫോൺ എടുക്കുകയും മറുപടി പറയുകയും ചെയ്യും. രാത്രി കിടക്കുമ്പോൾ തന്നെ വളരെ വൈകിട്ടാണ് കിടക്കുക, അതും എനിക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ട്. ഇത്രത്തോളം പരിശ്രമങ്ങൾ, ഒരുപാട് അധ്വാനങ്ങൾ ഇതിന്റെ CTCയുടെ പിന്നിലുണ്ട് എന്നുള്ളത് ഇത് തിരിച്ചറിവുണ്ടാവണം. മൻജദ്ദ വജദ എന്ന് പറയുന്ന വാക്ക് വെറുതെ പറഞ്ഞതല്ല. പരിശ്രമിച്ചാൽ എന്തായാലും നേടിയെടുക്കാൻ കഴിയുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും ആർക്കും വേണ്ട. പിന്നെ ഈ വിഷയത്തിൽ എല്ലാവിധ ഇതിന്റെ ഈ ബിസിനസ്സിന് അനുവദനീയമാണോ അല്ലേ എന്നുള്ള ചില തർക്കങ്ങളൊന്നും ഇല്ല കേട്ടോ, പൊതുവിലില്ല. എല്ലാവർക്കും മനസ്സിലായി എന്താണ് ഈ ബിസിനസ് എന്നുള്ള, എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ട്. ഒരു പിടിച്ചു പറയോ അല്ലെങ്കിൽ വഞ്ചനയോ, ഇതാണല്ലോ മറ്റൊരുത്തന്റെ സമ്പത്ത് നമ്മുടെ കയ്യിൽ എത്തിപ്പെടുമ്പോൾ അത് അനുവദനീയമാകാതിരിക്കാൻ 2 കാരണമാണ്. അതായത് പിടിച്ചു പറയും, അതേപോലെ വഞ്ചനയും. ഈ പിടിച്ചു പറയും വഞ്ചനയും ഇല്ലാത്തൊരു ബിസിനസ്സാണ് ഈ മൈ ലൈഫിലൂടെ നമ്മൾ ചെയ്യുന്നത് എന്ന് ഓരോരുത്തർക്കും സ്വന്തം ബോധ്യമുണ്ടായാൽ തന്നെ ഈ വിഷയത്തിലേക്ക് നമുക്ക് രംഗപ്രവേശനം നടത്താൻ യാതൊരു മടിയും ഉണ്ടാവുകയില്ല. അതുകൊണ്ട് ഇന്നത്തെ ഈ പരിപാടിയിലേക്ക് ഞാൻ വരുമ്പോൾ തന്നെ കുറെ മടിച്ചിരുന്നു. ഒരു എന്താ പറയുക, ഉമർ ഉസ്താദിനെ സന്തോഷിപ്പിക്കണം, അതോടുകൂടി വൈകുന്നേരം എനിക്ക് തിരിച്ചങ്ങോട്ട് എത്തുകയും വേണം. അതിന് പ്രയാസമുള്ളത് കൊണ്ട് ഞങ്ങൾ ചെറിയൊരു വരൂല എന്നൊക്കെ പറഞ്ഞപ്പോൾ ഉമർ ഉസ്താദിന്റെ വേദന എന്നെ വാട്സപ്പിലൂടെ അറിയിച്ചു. ആ വേദന അറിയിച്ചപ്പോൾ എന്തായാലും വരാന്നുള്ള തീരുമാനത്തിൽ ഞാൻ ഇറങ്ങി പുറപ്പെട്ടതാണ്. ഏതായിരുന്നാലും ഈ പരിപാടി പങ്കെടുക്കാൻ കഴിഞ്ഞാൽ അങ്ങേയറ്റം ഒരു സന്തോഷമുള്ള കാര്യമാണ്. ഉസ്താദിനും കുടുംബത്തിനുമെല്ലാം തന്നെ എല്ലാവിധ അഭിനന്ദനങ്ങളും അർപ്പിക്കുന്നതോടൊപ്പം ഇനിയും ഉയരങ്ങൾ കീഴടക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. അസ്സലാമു അലൈക്കും. മൈ ലൈഫിൽ വന്നതിന് ശേഷം നമുക്ക് എന്തൊക്കെ ആഗ്രഹം സാധിക്കണോ അതൊക്കെ ആഗ്രഹിക്കാറുണ്ട്, അതുപോലെ നടക്കാറുണ്ട്. അപ്പോൾ ഏത് പാവപ്പെട്ടവരെ നമുക്ക് ചേർത്ത് പിടിച്ച് കൊണ്ടുവരാൻ പറ്റിയൊരു മേഖലയാണ്. അതിലൂടെ നമ്മളും ഉയർച്ചയിലെത്തും. അപ്പോൾ എല്ലാവരും ആത്മാർത്ഥമായിട്ട് വർക്ക് ചെയ്യുക. നല്ലൊരു അവസരമാണ്. ഒരു ഗവൺമെൻറ് ജോലി ചെയ്യുന്നതിനെക്കാട്ടി ഏറെ ഉത്തരവാദിത്തോടെ ചെയ്യുകയും ചെയ്യുക. നമുക്ക് വീട്ടിലിരുന്നിട്ട് വീട്ടിലത്തെ വർക്കും അതുകൂടാതെ നമുക്ക് ഗവൺമെൻറ് ജോലിയിൽ കിട്ടുന്നതിനെക്കാട്ടി ഏറെ സന്തോഷവും വരുമാനവും എല്ലാം കൂടി കിട്ടുന്നതാണ്. നമ്മളുടെ വീട്ടിലത്തെ 18 വയസ്സായ എല്ലാ അംഗങ്ങളുടെയും ഐഡി അടിച്ചിട്ട് എല്ലാവർക്കും വരുമാനം കിട്ടുന്ന രീതിയിൽ നമുക്ക് ചെയ്തു പോകാൻ പറ്റിയൊരു മേഖലയാണ്. പ്രോഡക്റ്റൊക്കെ വീട്ടിലെല്ലാവരും സ്ഥിരമായിട്ട് ഉപയോഗിക്കുകയാണ്. പിള്ളേർക്കൊക്കെ അലർജിയൊക്കെ ആയിട്ട് മാസത്തിൽ തന്നെ 2000 രൂപയൊക്കെ വരും. അതുകൂടാതെ പനി വന്നാൽ 4 ദിവസം കൂടുമ്പോൾ ഒരാളെ കൊണ്ട് അങ്ങനെ തുടർച്ചയായിട്ട് ആശുപത്രി കേസാണ്. പക്ഷേ നമ്മളിതിൽ വന്നതിന് ശേഷം അതിൽ നിന്നൊക്കെ നമ്മൾ രക്ഷപ്പെട്ട് ഒരുപാട് അസുഖങ്ങളിൽ നിന്നും രക്ഷപ്പെടുകയും പിന്നെ സാമ്പത്തികമായിട്ടും എല്ലാം കൊണ്ടൊരു സന്തോഷമുള്ള മേഖലയാണ്. അപ്പോൾ എല്ലാവരും ആത്മാർത്ഥമായിട്ട് വർക്ക് ചെയ്യുക. നമുക്ക് കൂട്ടായിട്ട് നല്ലൊരു മേഖലയാണ്. ഇപ്പോൾ TC റാങ്ക് എത്തിയാൽ തന്നെ നമുക്ക് ഇൻഷുറൻസ് കവറേജ് ഉണ്ട് 3 ലക്ഷം. ഇപ്പോൾ SCC എത്തിയപ്പോൾ 5 ലക്ഷത്തിൻ്റെ. പിന്നെ അതുകൂടാതെ ഹോസ്പിറ്റൽ ക്യാഷ് ഉണ്ട്. നമ്മൾ ടീമായിട്ട് ചെയ്യുമ്പോഴാണ് ഇതൊക്കെ നമുക്ക് നേടിയെടുക്കാൻ പറ്റുള്ളൂ.
അപ്പോൾ ഒരു ദിവസത്തിന് 12 മണിക്കൂറിന് 1000 രൂപ വെച്ചിട്ട് 30,000 അങ്ങനെ കിട്ടും. അങ്ങനെ ഒരുപാട് അവസരങ്ങളുണ്ട് നമുക്കിതിൽ. അപ്പോൾ ഗവൺമെൻറ് ജോലിയെക്കാട്ടിയും നല്ല സന്തോഷത്തോടെ കൂട്ടായിട്ട് ചെയ്യേണ്ട ഒരവസരമാണ്. അപ്പോൾ എല്ലാവർക്കും താങ്ക്സ്. ഈ ബിസിനസ്സിൽ വരുന്നതിൻ്റെ മുന്നേ ഒരു കർഷകനായിരുന്നു, അതിൻ്റെ മുന്നേ ഒരു പ്രവാസിയായിരുന്നു. എന്നാൽ ഇന്ന് അൽഹംദുലില്ലാ വളരെ ഭാഗ്യവാനാണ്. സത്യത്തിൽ നമ്മളെല്ലാവരും, ഈ ഹോളിലിരിക്കുന്ന എല്ലാവരും ഭാഗ്യമുള്ളവരാണ്. കാരണം നല്ല സമയത്ത് നല്ലവരുടെ കൂടെ നല്ല കമ്പനിയിൽ എത്തിച്ചേരുക എന്നുള്ളത് തന്നെ വലിയൊരു ഭാഗ്യമാണ്. ആ ഭാഗ്യത്തിലാണ് നമ്മൾ എത്തിയവർ. അപ്പോൾ ഇന്ന് ഇവിടെ നമ്മൾ എത്തിച്ചേർന്നത് നമ്മളെല്ലാം ലീഡറായ ഉമർ ഉസ്താദിൻ്റെ സെലിബ്രേഷൻ പരിപാടിയിലേക്കാണ്. ഈ പരിപാടിയിൽ എത്താനും വേണം ഒരു ഭാഗ്യം. നമ്മുടെ കരീം ഉസ്താദ് പറഞ്ഞു, നിങ്ങളെത്താഞ്ഞാൽ എൻ്റെ മനസ്സ് വേദനിക്കും. ആ ഒരു വാക്ക് എന്നെ വല്ലാതെ വേദനിപ്പിച്ചു എന്ന് പറഞ്ഞിട്ടാണ് അദ്ദേഹം ഈ വേദിയിലെത്തിയത്. അതെന്താണ് അങ്ങനെ പറയാൻ കാരണം? കരീം ഉസ്താദിനെ പ്രത്യേകിച്ച് ഞാൻ പറയാൻ കാരണം, ഞങ്ങൾ രണ്ടാളും ഒരു ക്ലാസ്മേറ്റാണ്. അദ്ദേഹം പഠനാർഹമായിട്ട് അങ്ങനെയും പോയി, ഞാൻ ജോലിയായിട്ട് ഇങ്ങനെയും പോന്ന്. വീണ്ടും എൻ്റെ ഒരു സുഹൃത്തായിട്ട് ഈ കമ്പനിയിലേക്ക് എത്തിച്ചേർന്നു എന്നുള്ളതാണ് വളരെ സന്തോഷം. അദ്ദേഹത്തെ ചെറുപ്പം മുതലേ കാണുകയും ഞങ്ങളൊപ്പം പഠിക്കുകയും ചെയ്ത ഒരാളാണ്. ഇന്ന് ഈ ഹാളിൽ വെച്ച് കണ്ടപ്പം വളരെ സന്തോഷം. അതാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞത്, നമ്മളെല്ലാവരും ഭാഗ്യവാന്മാരാണ്. ഇത് എല്ലാവർക്കും ഉള്ള ബിസിനസ്സല്ല, ഭാഗ്യമുള്ളവർക്കും ദൈവം കണക്കാക്കിയവർക്കുമുള്ള ബിസിനസ് മാത്രമാണ്. അപ്പോൾ നമ്മൾ പറയും ഒരു ലിസ്റ്റ് ഉണ്ടാക്കുക എന്ന് പറയും നമ്മളോട് ലീഡർ. അപ്പോൾ ലിസ്റ്റ് നമ്മൾ ഒരു 10 ആൾ അല്ലെങ്കിൽ 20 ആൾ ഇങ്ങനെ ഉണ്ടാക്കി കഴിഞ്ഞാൽ ചിലപ്പോൾ ആളെ നമ്മൾ കിട്ടില്ല എന്ന് വരും. നേരെ മറിച്ച് നമുക്കൊരു 300 ആളെ പേര് ലിസ്റ്റ് ഉണ്ടാക്കി കഴിഞ്ഞാൽ നമുക്ക് ഡെയിലി പോകാൻ ആളുണ്ടാവും. 2 ആളെ കിട്ടിയാൽ തന്നെ അവരിലൂടെ പോകാനുണ്ടാവും. അവരിലൂടെ അങ്ങനെ ഇതൊരു സൈക്കിൾ മാതിരിയാണ്. അങ്ങനെ നമുക്ക് ഈ ബിസിനസ് വിജയിപ്പിച്ച് കൊണ്ടുവരാൻ പറ്റിയ ഒരവസരമാണ്, നല്ല ബിസിനസ്സാണ് എന്ന് കാണിച്ചു തന്ന ഉമർ ഉസ്താദ്. ആ ഉമർ ഉസ്താദിൻ്റെ സെലിബ്രേഷനിൽ 2 വാക്ക് സംസാരിക്കാൻ അവസരം നൽകിയ എൻ്റെ മരുമകൻ സദഖത്തുള്ളക്കും ഉമർ സാറിനും 1000 നന്ദികൾ നിർത്തുന്നു. ജയ്മേൽ. നമ്മുടെ ബഹുമാനപ്പെട്ട ഉസ്താദിൻ്റെ CTC സെലിബ്രേഷൻ പറയാൻ അശക്തനാണ്, കാരണം അത്രയും ഉള്ളിലുണ്ട് ഒരുപാട് വിഷമങ്ങൾ. 2015 ബഹുമാനപ്പെട്ട വെൽനിസ് സാർ ഈ ഒരു മേഖല തിരഞ്ഞെടുത്തപ്പോൾ അദ്ദേഹം പോലും വിശ്വസിച്ചിട്ടുണ്ടായിരിക്കില്ല ഇത്ര സ്പീഡിൽ ഒരു CTC പറക്കുന്നു. അന്ന് അദ്ദേഹം പറയുകയും ചെയ്തു, ബഹുമാനപ്പെട്ട ചെറു സാറിൻ്റെ മീറ്റിങ്ങിൽ വെച്ച് അദ്ദേഹം പറഞ്ഞു, വളരെ സ്പീഡായി CTC കരസ്ഥമാക്കിയ ഒരാളാണ് ബഹുമാനപ്പെട്ട ഉമർ ഉസ്താദ് പ്രത്യേകം എടുത്തു പറഞ്ഞു. അതിന് അടിസ്ഥാനമായ കാരണം അദ്ദേഹത്തിൻ്റെ ഒരു ഉത്തരവാദിത്വ ബോധമാണ്. കാരണം ബഹുമാനപ്പെട്ട കരീം ഉസ്താദ് പറഞ്ഞു, രാവും പകലുമില്ലാതെ എപ്പോഴും ഓൺലൈനിൽ സജീവമായിക്കൊണ്ട് ആരും എന്തും ചോദിച്ചാലും അത് മറുപടി കിട്ടുന്ന രൂപത്തിലേക്ക് കാത്തിരിക്കുന്നൊരു സംവിധാനം അദ്ദേഹത്തിനുണ്ട്. ഉറങ്ങാതെ വിശ്രമിക്കാതെ. അല്ലാഹു ദീർഘായുസ്സും ആരോഗ്യം കൊടുക്കട്ടെ. പ്രത്യേകിച്ച് ഞാനൊക്കെ ഇതിലേക്ക് വന്നത് തികച്ചും യാദൃശ്ചികമാണ്. എല്ലാവരും അങ്ങനെ തന്നെ ആയിരിക്കും, സ്വാഭാവികം. അറിഞ്ഞ് മനസ്സിലാക്കി വന്നവർ വിരളമായിരിക്കും. എന്നാൽ വന്ന ശേഷം ഇവിടെ ഒരു യതീമായി നിൽക്കേണ്ട സാഹചര്യമാണ് എനിക്കുണ്ടായത്. എന്നെ കൊണ്ടുവന്ന ആള് സ്വാഭാവികം മറ്റും അകന്ന് പോയപ്പോൾ പിന്നെ അനേകം മക്കളുടെ കൂട്ടത്തിലൊരു മകനായി അല്ലെങ്കിൽ ഒരു സുഹൃത്തായി എങ്ങനെയാണെങ്കിലും അങ്ങനെ ഏറ്റെടുക്കുകയും എല്ലാവരെയും പോലെ എന്നെ കൊണ്ടു നോക്കി നടത്താൻ മനസ്സ് കാണിച്ച ബഹുമാനപ്പെട്ട ഉമർ ഉസ്താദിനെ ഒരിക്കലും മറക്കാൻ കഴിയില്ല എന്നുള്ള കാര്യം യാഥാർത്ഥ്യമാണ്. അങ്ങനെയൊരു സാഹചര്യം.
ഇവിടെ ഞാൻ പറഞ്ഞു ഇന്ന് അദ്ദേഹത്തിൻ്റെ വിജയത്തിൽ വലിയ സന്തോഷമുണ്ട്, ഒരുപാട് ഉള്ളിലുണ്ടെന്ന് ഞാൻ പറയാൻ കാരണം അദ്ദേഹത്തിൻ്റെ പഴയകാല ജീവിതം അദ്ദേഹം മുമ്പ് വരച്ച് കാട്ടിയിട്ടുണ്ട്. കാരണം ആരുടെയെങ്കിലും സക്കാത്ത് പൈസക്ക് പോയി ഓച്ചാനിച്ച് നിൽക്കുന്ന ഒരു സാഹചര്യം അദ്ദേഹം ഒരിക്കൽ അവതരിപ്പിച്ചിട്ടുണ്ട്. എനിക്കും പറയാനുണ്ട് എൻ്റെ വ്യക്തിപരം, പക്ഷേ അതിന് പറ്റിയ സമയമല്ലല്ലോ. ഒരു 2 വയസ്സുള്ള സമയത്ത് ഉപ്പ ഇട്ടെറിഞ്ഞ് പോയി ഉമ്മ വളർത്തുന്നൊരു കുട്ടിയുടെ ഒരു വിഷമം അത് ആലോചിച്ചാൽ മതി, കൂടുതലൊന്നും പറയണ്ട. അപ്പോൾ എൻ്റെ ജീവിത രീതി മനസ്സിലാക്കിയത് കൊണ്ട് തന്നെ ബഹുമാനപ്പെട്ട ഉമർ ഉസ്താദിൻ്റെ അന്നത്തെ ആ ജീവിതം വരച്ചു കാട്ടിയപ്പോൾ അതിലൊരുപാട് ഉള്ളിൽ നിന്ന് തന്നെ സങ്കടം വന്നിട്ടുണ്ട്. അപ്പോൾ ആ ഒരു സങ്കടം ഈ ഒരു സെലിബ്രേഷനോടുകൂടെ നമുക്ക് സന്തോഷമായി മാറ്റാൻ കഴിഞ്ഞു എന്നുള്ളതാണ് എനിക്ക് ഈ സമയത്ത് പറയാനുള്ളത്. എന്താണെങ്കിലും ബഹുമാനപ്പെട്ട ഈ ഒരു അവസരത്തിൽ ബഹുമാനപ്പെട്ട ഉമർ ഉസ്താദിനെ പ്രത്യേകം മുക്തമായി പ്രശംസിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ ഈ പ്രോഗ്രാമിന് എല്ലാവിധ ആശംസകൾ നേരുകയാണ്. മാത്രമല്ല നമ്മളെ ഇതിൽ വന്ന എല്ലാ ആളുകളും പറയാനുള്ളത് നമ്മുടെ ചങ്കൂറ്റത്തോടെ ഏറ്റെടുക്കുക എന്നുള്ളത് തന്നെയാണ്. കാരണം ഒരു മദ്രസാധ്യാപകനായിരുന്നു ഞാൻ. ഇപ്പം 3 വർഷമായിട്ട് മദ്രസ എടുക്കുന്നില്ല, തൽക്കാലം ലീവാക്കി വെച്ചിരിക്കുകയാണ്. കാരണം ഓരോരോ വിഷയം കൊണ്ട് സമയമില്ലാത്തൊരു പ്രയാസമുണ്ട്. അപ്പോൾ സജീവമായിട്ട് ഇത് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഇതിൽ കാര്യം വന്ന സമയത്തൊക്കെ ഒരുപാട് സംശയങ്ങളും കാര്യങ്ങളും ഉണ്ടായിരുന്നെങ്കിലും അതൊക്കെ ദൂരീകരിച്ച് മതപരമായും നിയമപരമായും വളരെ റാഹത്തായ രൂപത്തിൽ നമുക്ക് ഏറ്റെടുക്കാൻ പറ്റുമെന്ന് തോന്നിയത് കൊണ്ട് തന്നെയാണ് ഇതിന് പിന്നാലെ കൂടിയിട്ടുള്ളത്. എന്താണെങ്കിലും കൂടി എല്ലാവർക്കും വലിയ വിജയങ്ങൾ ഉണ്ടാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഈ പ്രോഗ്രാമിന് ഒരിക്കൽ കൂടി എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് നിർത്തുന്നു. താങ്ക് യു. ജയ് മൈ ലൈഫ്, ജയ് ഹിന്ദ്. നമുക്കറിയാം ഉമർ ഉസ്താദിൻ്റെ ആദ്യകാല ചരിത്രങ്ങൾ 100 ഓട്ടമുള്ള ബനിയിട്ട ആളായിരുന്നു എന്ന് പറയുന്ന സ്വന്തം മകൻ തന്നെ നമുക്ക് പരിചയപ്പെടുത്തി തന്നു. ഇന്ന് ഉമർ ഉസ്താദ് നിൽക്കുന്ന ഈ അവസ്ഥ അപ്പം നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഏതൊരു സാധാരണക്കാരനെയും വലിയ അസാധാരണക്കാരനാക്കി മാറ്റാൻ പറ്റുന്ന ഒരു ബിസിനസ് ഓപ്പർച്യൂണിറ്റിയാണ് ഇത് എന്ന് നമുക്ക് എല്ലാവർക്കും ഈ അനുഭവത്തിൻ്റെ വെളിച്ചത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. എന്നാൽ അതുപോലെ തന്നെ ഞാൻ ഈ ബിസിനസ്സിലേക്ക് വരുന്ന സമയത്ത് ഒരു സൂപ്പർ മാർക്കറ്റും ബേക്കറിയൊക്കെ നടത്തിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് വരുന്നത്. അവിടെ ലക്ഷങ്ങൾ മുടക്കി ബിസിനസ് ചെയ്യുന്ന സമയത്ത് ചെറു സാറ് ഇത് പരിചയപ്പെടുത്തി തന്നു. ഇവിടെ ഇങ്ങനെ ഒരു ബിസിനസ് അവസരമുണ്ട്, ഇവിടെ നമ്മൾ കാശ് മുടക്കണ്ട, ഇതിന് നഷ്ടസാധ്യത ഇല്ല, ഇവിടെ ഒരു ടാക്സ് കൊടുക്കേണ്ട ആവശ്യമില്ല, വാടക കൊടുക്കേണ്ട ആവശ്യമില്ല, അങ്ങനത്തെ ഒരു ബുദ്ധിമുട്ടാകുന്ന ഒരു അവസരവും. കാരണം ഒരു വലിയ ടെൻഷൻ അനുഭവിച്ചിട്ടാണ് ഒരു ട്രഡീഷണൽ ബിസിനസ് നടത്തുന്ന ഒരാൾ ഇന്നത്തെ ഒരവസ്ഥ. അപ്പോൾ ഇത്രയും കാശ് മുടക്കി ബിസിനസ് ചെയ്യുന്ന സമയത്ത് കാശ് മുടക്കാതെ ബിസിനസ് ചെയ്യാനുള്ള അവസരം ഉണ്ടെന്ന് കേട്ടപ്പോൾ ഇതിൻ്റെ അവസരം ഒന്ന് കേട്ട് മനസ്സിലാക്കി നോക്കാം എന്ന് കരുതി കോഴിക്കോട് നളന്തയിൽ മീറ്റിങ്ങിന് പോയതാണ്. അവിടെ വെച്ചിട്ടാണ് ഇങ്ങനെയൊക്കെ ഒരു അവസരങ്ങൾ കേട്ടത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ എന്താക്കിയത് ഏറ്റെടുത്തു. ഇന്ന് STC റാങ്കിലാണ് നിൽക്കുന്നത്. ഈ STC റാങ്കിൽ നിൽക്കുന്ന സമയത്ത് 25 ലക്ഷം ബിസിനസ് എത്തുമ്പോൾ അതിൻ്റെ 12% എത്ര കാശ് കിട്ടിയിട്ടുണ്ടാവും എന്നുള്ളത് കണക്കൂട്ടിയാൽ അറിയാം. ഇവിടെ എനിക്ക് ഇന്ന് 63-64 വയസ്സായി. ഒരു 58 വയസ്സിൻ്റെ ശേഷം ഏതൊരു കമ്പനിയിലാകട്ടെ, ഏതൊരു സ്ഥാപനത്തിൽ ജോലി ചെയ്താലും, അല്ലെങ്കിൽ ഒരു സ്വകാര്യ രംഗത്ത് ജോലി ചെയ്താലും 50-55 വയസ്സായി കഴിഞ്ഞാൽ പിന്നെ ആ മനുഷ്യനാർക്കും വേണ്ടി വരില്ല. എന്നാൽ നമുക്ക് ഇന്ന് ഇവിടെ ഈ മൈ ലൈഫിൽ നിന്ന് എനിക്ക് ഒരു ചെറിയ കുട്ടിക്ക്, അതായത് 18 വയസ്സ് മുതൽക്ക് ഇത് ജോയിൻ ചെയ്യാൻ പറ്റുമെങ്കിൽ ആ ആൾക്ക് കിട്ടുന്ന എല്ലാ അംഗീകാരവും കമ്പനി തന്നിട്ടുണ്ട്. ഇതാണ് നമ്മളിവിടെ ചിന്തിക്കാനുള്ളത്. എന്നെ ഈ അവസരം പരിചയപ്പെടുത്തുന്നത് എൻ്റെ കുടുംബക്കാരനും ഞങ്ങളുടെയൊക്കെ എല്ലാമായ അഷ്റഫ് ദാറാണി സാറാണ്. അദ്ദേഹം ജോയിൻ ചെയ്ത ഉടനെ തന്നെ എന്നോട് സൂചിപ്പിച്ചൊരു കാര്യം എന്താ അറിയോ, ഉമർ സാർ ഒന്ന് വിളിക്കൊണ്ട് കേട്ടോ, ഉമർ സാർ ഒന്ന് വിളിക്കൊണ്ടിരുന്നു. കാരണം ഉമർ സാറാണ് അപ്ലൈ ലീഡർ. ഓക്കെ വിളിച്ചോളാമെന്ന് പറഞ്ഞു. അങ്ങനെ അന്ന് മുതൽ പരിചയപ്പെട്ടു. നെക്സ്റ്റ് വന്നിട്ടുള്ള കോഴിക്കോട് നളന്തയിൽ പ്രോഗ്രാമിലേക്ക് ഞങ്ങൾ അസോസിയേറ്റുമായിട്ട് വിളിച്ച് വരുമ്പോൾ തന്നെ കോഴിക്കോട് വെച്ചുകൊണ്ട് കണ്ട് സംസാരിച്ചു.
കൂട്ടിപ്പിടിച്ചു, സന്തോഷം പറഞ്ഞു. ടിക്കറ്റൊക്കെ എടുത്ത് കൊടുക്കുമ്പോൾ ടിക്കറ്റിൻ്റെ പൈസ ഞാൻ കൊടുക്കുമ്പോൾ പറയാണ്, ടിക്കറ്റ് വന്നവരോട് പൈസ നിങ്ങൾ വാങ്ങണം കേട്ടോ, അത് അല്ലാഞ്ഞാൽ അതിനൊരു വാല്യൂ കാണൂല. അന്ന് തന്നെ ഞങ്ങൾക്ക് ഉപദേശങ്ങളും കാര്യങ്ങളും സൂചിപ്പിച്ച് തരികയാണ്. അങ്ങനെ ഓരോ കാര്യങ്ങളും പറഞ്ഞു തരുമ്പോൾ തന്നെ നമുക്ക് വലിയ തിരിച്ചറിവുകൾ അതിലുണ്ടായിത്തീരാണ്. അപ്പോൾ അതിന് ശേഷം വീണ്ടും പല അവസരങ്ങളും കോൺടാക്ട് ചെയ്തിട്ടുണ്ട്. ഇന്നും പുതിയ അറിവുകൾ ഞങ്ങൾ പറഞ്ഞു തരികയാണ്. കാരണം രാവിലെ മോർണിംഗ് മീറ്റിലൊക്കെ ചെയ്യേണ്ട കാര്യങ്ങൾ ഓരോന്നോരോന്നായിട്ട് ഞങ്ങൾക്ക് പറഞ്ഞു തരുമ്പോൾ അറിവുകളുടെ നിറകുടമാണ്. പ്രായാധിക്യം ഒരു പ്രശ്നമല്ല, നമുക്ക് പ്രവർത്തിക്കാനുള്ള ഒരു സാഹചര്യം ഉണ്ടാക്കി തീർക്കുക എന്നുള്ളതാണ്. നമ്മൾ ഒരിക്കലും തന്നെ ഒരു ദിവസം കൊണ്ട് ഒരിക്കലും തന്നെ ഒരു സാമ്രാജ്യം കെട്ടിപ്പടിക്കാൻ സാധിക്കില്ല. വലിയ വലിയ പ്രവർത്തനങ്ങളിലൂടെ കുറേ ദിവസങ്ങൾ കൊണ്ടാണ് നമുക്ക് വിജയത്തിലേക്ക് എത്താൻ സാധിക്കുക. ഇതാണ് അതിൽ നിന്ന് മനസ്സിലാക്കുന്ന ഒരു സന്ദേശം. ഏതായാലും കൂടുതൽ ദീർഘിപ്പിക്കുന്നില്ല. ഉമർ സാദിൻ്റെ ഈ പ്രോഗ്രാമിൽ എത്തിപ്പെടാൻ സാധിച്ചതിൽ അള്ളാഹുവിനെ സ്തുതിക്കുന്നു. അതുപോലെ എല്ലാവരെയും കാണാനും നമ്മളൊക്കെ വലിയ തിരക്കുകൾ വെച്ചിട്ടുണ്ടെങ്കിലും ആ തിരക്കിൽ നിന്നും നമ്മളൊക്കെ ഇവിടെ എത്തിച്ചേർന്ന് ആ ഒരു സന്തോഷം പങ്കിടാനും കൂടി വന്നതിൽ വളരെ സന്തോഷമുണ്ട്. അതിൽ നിന്ന് എല്ലാവർക്കും ഒരു വിജയങ്ങളുണ്ടാവട്ടെ. ആ വിജയങ്ങൾ എല്ലാവരും തന്നെ ആസ്വദിക്കുക എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. ജയ് മൈ ലൈഫ്, ജയ് ഹിന്ദ്. അപ്പം എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, നിങ്ങളെ ആരെയാണോ ഈ ബിസിനസ്സിലേക്ക് കൊണ്ടുവന്നത് ആ വ്യക്തി എന്താണോ പറയുന്നത് അത് മാത്രം കേൾക്കുക. എൻ്റെ അപ്ലൈൻ ലീഡറാണ് റഷീദ് സാറ്. നല്ലൊരു കയ്യടി റഷീദ് സാർക്ക് വേണ്ടി കൊടുക്കുക. അതേപോലെ തന്നെ ഉമർ ഉസ്താദ് ഒരുപാട് എൻ്റെ വൈത്താല നടന്നതിന് ശേഷമാണ് ഞാൻ ഈ ബിസിനസ്സിലേക്ക് വന്നതും പിന്നീട് ഇങ്ങനെ ഒരു വിഷയം ഉണ്ടായ സമയത്ത് പോലും എൻ്റെ കൂടെ നിന്നതും ഒക്കെ. അപ്പം അതുകൊണ്ട് തന്നെ എൻ്റെ ടീമിൽപ്പെട്ട ഒരുപാട് ആളുകളുണ്ട്. എല്ലാ ആളുകൾക്കും ഹൃദ്യമായ നന്ദി അറിയിച്ചുകൊണ്ട് ഇൻഷാ അല്ലാ നമുക്ക് വീണ്ടും കാണാമെന്നുള്ള പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. ഓക്കെ, താങ്ക് യു. ഞാനൊരു അധ്യാപകനായിരുന്നു. റിട്ടയർഡായി വീട്ടിലിരിക്കുന്ന സമയത്ത് ഞങ്ങൾ റിലേഷനാണ്, ഞങ്ങൾ തമ്മിൽ ബന്ധപ്പെട്ട് ഞങ്ങൾ കൂടി നടത്തേണ്ട ഒരു കല്യാണ പരിപാടിയിൽ ഞങ്ങൾ രണ്ടാളും ഉണ്ടായിരുന്നു സജീവമായിട്ട്. ആ സമയത്ത് മറ്റുള്ളവരോട് ബിസിനസ് അല്ലെങ്കിൽ പ്രൊഡക്റ്റിൻ്റെ ക്വാളിറ്റി പറയുന്ന സമയത്ത് ഞാൻ ദൂരെ നിന്ന് കേട്ടു. എൻ്റെ ഭാര്യയ്ക്ക് ഒരു അലർജിൻ്റെ പ്രശ്നം ഉണ്ടായിരുന്നു. അതിന് പ്രൊഡക്റ്റ് വാങ്ങാൻ വേണ്ടിയിട്ട് ഞാൻ ഐഡിയ അടിച്ചതാണ് ഹോൾസെയിലായിട്ട് കിട്ടാൻ, അല്ലാതെ ബിസിനസ് ചെയ്യാൻ ഞാൻ വന്നതല്ല. ക്രമേണ ഞാൻ പ്രൊഡക്റ്റുകൾ വാങ്ങി ഉപയോഗിച്ചു. അതിൻ്റെ റിസൾട്ട് കിട്ടി. 100% എന്ന് പറഞ്ഞാൽ 110% റിസൾട്ട് കിട്ടിയതിൻ്റെ അടിസ്ഥാനത്തിൽ ഇതൊരു നല്ല പ്രൊഡക്റ്റാണ്, നമ്മുടെ കമ്പനീൻ്റെ പ്രൊഡക്റ്റ് നല്ലതാണെന്ന് മനസ്സിലാക്കിയിട്ടാണ് ഈ ബിസിനസ്സിലേക്ക് വന്നത്. അങ്ങനെ എൻ്റെ മരുമനെ കൊണ്ടുവന്ന് അങ്ങനെയാണ് ഞാൻ ഈ നേരത്തെ എത്തിയത്. ഉമർ ഉസ്താദിന് എല്ലാവിധ ആശംസകൾ നേർന്നു. അതുപോലെ തന്നെ ഉമർ ഉസ്താദ് ഈ CTC എത്രയും പെട്ടെന്ന് അച്ചീവ് ആവാനുള്ള കാരണം രാവും പകലും, അതായത് ഉമർ ഉസ്താദ് ഇടയ്ക്ക് പറയാണ്ട് ഞാൻ 1, 2, 3 കാര്യങ്ങൾ ഈ ബിസിനസ്സിൽ മാത്രമാണ്, ഇത് മാത്രമേ എനിക്ക് ചിന്തയുള്ളൂ. രാവും പകലും ഇതിനു വേണ്ടി പ്രവർത്തിച്ചുകൊണ്ടാണ് ഉമർ ഉസ്താദ് ഈ CTC ഇത്രയും പെട്ടെന്ന് അച്ചീവ് ആവാൻ കാരണം. അതുപോലെ നമുക്കും ഈ ബിസിനസ് ഏറ്റെടുത്ത് അതുപോലെ വേണ്ട പോലെ പ്രവർത്തിച്ച് ചെയ്യുകയാണെങ്കിൽ ഉമർ ഉസ്താദിൻ്റെ കൂടെ തന്നെ നമുക്കും മുമ്പോട്ട് പോകാം. ഉമർ ഉസ്താദിന് 1000 ആശംസകൾ അറിയിച്ചുകൊണ്ട് ഇനിയും അടുത്ത റാങ്കിലേക്ക് എത്തിപ്പെടാൻ പെട്ടെന്ന് കഴിയട്ടെ എന്ന് ആശംസിച്ചുകൊള്ളുന്നു.